ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ നോക്കാൻ പോകുന്നത് കൽക്കി 2 എന്ന് പറയുന്ന മൂവിയുടെ കുറച്ച് പോസ്റ്ററാണ്. യൂട്യൂബിൽ ഇറങ്ങിയ കുറച്ച് പോസ്റ്ററാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അധികം ലൈക്ക് അടിപ്പിക്കുന്നില്ല. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടെ ഓൺ ചെയ്യുക. അതേ ലൈക്ക് അടിപ്പിക്കില്ല. നമ്മുടെ ഫസ്റ്റ് പോസ്റ്ററിലേക്ക് കിടക്കാം. അപ്പം നമ്മുടെ ഫസ്റ്റ് പോസ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ പ്രഭാസ് ഒരു അമ്പ് എടുത്തിട്ട് അമ്പ് എറിയുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അമ്പിന് നമ്മളൊരു ഷോക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഷോക്ക് അടിച്ച മാതിരിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നാളെ പ്രഭാസിൻ്റെ കണ്ണ് നേരെ അപ്പോഴത്തെ ഒരു കൊട്ടാരത്തേക്കാണ് പ്രഭാസിൻ്റെ കണ്ണ് വന്ന് സൂക്ഷിക്കാൻ മനസ്സിലാകും. പ്രഭാസിനുള്ള മുടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു പടച്ചട്ടയൊക്കെ ഇട്ടിട്ടാണ് നമ്മുടെ പ്രഭാസ് അമ്പ് എറിയുന്നത്. പ്രഭാസിനുള്ള മസിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദീപിക പതിക്കോണാണ്. ദീപിക പതിക്കോൺ ഒരു കുട്ടീനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നതായിട്ടാണ്. ഒരു കുട്ടിയുണ്ട് നമ്മുടെ ദീപിക പതിക്കോണിൻ്റെ കയ്യിൽ. അപ്പം നമ്മുടെ നേരെ താഴെ തന്നെ നമ്മുടെ കമലഹാസൻ ഉണ്ട്. കമലഹാസൻ്റെ ഒരുപാട് കൈകളൊക്കെ ഉണ്ട് നമ്മുടെ കമലഹാസന്. പിന്നെ കമലഹാസൻ നല്ല രീതിക്ക് തന്നെ വയസ്സായിട്ടുണ്ട്. കാണുമ്പോൾ നമുക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. നല്ല രീതിക്ക് തന്നെ നമ്മുടെ കമലഹാസൻ വയസ്സായിട്ടുണ്ട്. ഇതിനകത്ത് അങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നല്ല രീതിക്ക് തന്നെ കുറേ കമലഹാസൻ്റെ മേത്ത് കൂടെ കുറേ നീല ഷോക്കുകൾ ഇങ്ങനെ പോകുന്നുണ്ട്. ഷോക്ക് അടിക്കുന്ന അതിലൊരു നീല കരണ്ട് ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ട് നമ്മളെ കമലഹാസൻ്റെ മേത്ത് കൂടെ. അതെന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നമുക്ക് അടുത്തതിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ അടുത്ത പോസ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ പ്രഭാസ് ഒരു കൊടയൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് പിന്നെ ഒരു പടച്ചട്ടയൊക്കെ ഇട്ടിട്ടാണ് നമ്മുടെ പ്രഭാസ് ഇങ്ങനെ നിൽക്കുന്നത്. നമ്മുടെ പ്രഭാസിന് നേരെ ബാക്കിൽ തന്നെ പ്രഭാസിൻ്റെ മേത്ത് കൂടെ ഒരു ശീലത്തുണി ഇങ്ങനെ പോകുന്നുണ്ട്. നമ്മുടെ പ്രഭാസ് ഒരു പടച്ചട്ടയൊക്കെ ഇട്ടിട്ടാണ് നമ്മുടെ പ്രഭാസ് ഇങ്ങനെ നിൽക്കുന്നത്. ഒരു നല്ല ശക്തിയോടെയുള്ള ഒരു അമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ പ്രഭാസ് ആനയുടെ മുകളിലാണ് ഇരിക്കുന്നത്. നമ്മുടെ പ്രഭാസിൻ്റെ നേരെ ബാക്കിൽ തന്നെ കുറേ ജനങ്ങൾ അടി ഉണ്ടാക്കുന്നുണ്ട്. യുദ്ധമാണെന്ന് തോന്നുന്നു. ബ്രഹ്മാണ്ഡ യുദ്ധമായിരിക്കും നമ്മുടെ കൽക്കി 2 മൂവീൻ്റെ പാർട്ട് 2 നമ്മൾ കാണാൻ സാധിക്കുകയായിരിക്കും. വളരെയധികം നല്ല രീതിക്ക് തന്നെ ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു അമ്പും വില്ലുമൊക്കെയാണ് നമ്മളെ പ്രഭാസിൻ്റെ കയ്യിലുള്ളത്. നമുക്ക് അടുത്ത പോസ്റ്ററിലേക്ക് പോകാം. അടുത്ത പോസ്റ്ററിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് വെച്ചാൽ ഒരു ഇതൊക്കെ വെച്ചിട്ട് ഒരു ചക്രവ്യൂഹം നമ്മുടെ പ്രഭാസ് ഇങ്ങനെ ബാക്കോട്ട് വലിച്ചു കൊണ്ടുപോകുന്നതാണ്. ഇത് എനിക്കറിയാം. ഇത് ബാഹുബലി 2 ലാസ്റ്റ് ഫൈറ്റിൽ പ്രഭാസ് ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്നത് കൽക്കി 2 എന്ന രീതിയിലാക്കിയതാണ്. പ്രഭാസിൻ്റെ കയ്യിലൊരു വാളൊക്കെ ഉണ്ട്. ഒരു അമ്പ് നമ്മുടെ പ്രഭാസിൻ്റെ കയ്യിലൊക്കെ ഉണ്ട്. പ്രഭാസ് ഒരു പടച്ചട്ടയൊക്കെ ഇട്ടിട്ടാണ് നമ്മുടെ പ്രഭാസ് അതും വലിച്ചുകൊണ്ട് പോകുന്നത്. പ്രഭാസിൻ്റെ ബാക്കിൽ തന്നെ അതിൻ്റെ കയറും കെട്ടിയിട്ടുണ്ട്. ബാക്കിൽ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മുടെ കുറേ ജനങ്ങൾ ഇങ്ങനെ തല്ലുണ്ടാക്കുന്നതായിട്ട് പ്രഭാസിനെ നോക്കി നിൽക്കുന്നതായിട്ടുണ്ട്. അടുത്തതിലേക്ക് പോകാം. അടുത്തതിൽ കാണിക്കുന്ന ഒരു ചക്രവ്യൂഹം നമ്മുടെ പ്രഭാസ് ഇങ്ങനെ പിടിച്ചിങ്ങനെ നിൽക്കുന്നതാണ്. പ്രഭാസ് ഒരു പടച്ചട്ടയൊക്കെ ഇട്ടിട്ടുണ്ട്. ബാക്കിൽ കുറേ ജനങ്ങളുണ്ട്. അടുത്ത ഫോട്ടോയിൽ പറഞ്ഞതിൽ തന്നെ ഒരു ചക്രവ്യൂഹം നമ്മുടെ പ്രഭാസ് ഇങ്ങനെ വെച്ചിട്ട് ആരോ ഇടിക്കാൻ പോകുന്ന രൂപത്തിലാണ് നിൽക്കുന്നത്. നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്ത പോസ്റ്ററിൽ കാണിക്കുന്നത് നമ്മുടെ കാണാൻ സാധിക്കുന്നത് ജൂനിയർ NTR നമ്മുടെ കുതിരേൻ്റെ ചക്രമല്ലേ, കുതിരേൻ്റെ ബാക്കിലുള്ള ആളെ വലിച്ചുകൊണ്ട് പോകുന്ന ഒരു ചക്രക്കം നമ്മുടെ ജൂനിയർ NTR വലിച്ചു കൊണ്ടുപോകുന്നതായിട്ടാണ് നമുക്ക് ഇതിൻ്റെ അത് കാണിക്കുന്നത്. ഇതിൻ്റെ അത് പ്രഭാസിനെ കാണുന്നില്ല, ജൂനിയർ NTRനെയാണ് നമുക്ക് ഇതിൻ്റെ അത് കാണാൻ സാധിക്കുന്നത്. ജൂനിയർ NTR നല്ല മസിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല 6 പാക്ക് ബോഡി, ഒരു തുണിയും ഒരു പാൻ്റാക്കിയുള്ള രൂപത്തിൽ മാത്രമേ ഉടുത്തിട്ടുള്ളൂ ആള്. അടുത്തതിൽ കാണാൻ സാധിക്കുന്നത് നമ്മുടെ പ്രഭാസ് ഇങ്ങനെ ഒരു വാളൊക്കെ പിടിച്ചിട്ട് ഫൈറ്റ് ചെയ്യാൻ പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബാക്കിൽ തന്നെ വലിയൊരു ചിറകുള്ള ഒരു പക്ഷിയുണ്ട്. ഇത് നമുക്ക് ദൂരത്ത് നിന്ന് നോക്കുമ്പോൾ പ്രഭാസിന് ചിറക് വെച്ച പോലെയൊക്കെ നമുക്ക് തോന്നാം. ഓരോരോ കുതിരകൾ ഓരോരോ ആൾക്കാർ ഇടിച്ച് തെറിപ്പിച്ച് ഇങ്ങനെ വരുന്നതൊക്കെ ആയിട്ട് നമുക്ക് കാണാം. ബാക്കിൽ ഓരോരോ പക്ഷികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇത് ബാക്കത്ത് നല്ല വലിയ പക്ഷിയാണ്. പ്രഭാസ് ഒരു വാളൊക്കെ എടുത്തിട്ട് നമ്മളൊരു പടച്ചട്ടയൊക്കെ ഇട്ടിട്ട് നമ്മൾ പ്രഭാസ് ആരെയും കൊല്ലാൻ വരുന്ന രീതിയിലാണ് നിൽക്കുന്നത്. അടുത്തതിൽ കാണിക്കുന്നത് നമ്മുടെ എല്ലാവരും ഉണ്ട്. പ്രഭാസ് നമ്മുടെ ഒരു VR ഹെഡ്സെറ്റൊക്കെ വെച്ചിട്ട് നമ്മളെ പ്രഭാസ് ഇങ്ങനെ താഴോട്ട് നോക്കി നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബാക്കിൽ തന്നെ നമ്മുടെ അമിതാഭ് ബച്ചന് നല്ല താടിയും മുടിയൊക്കെ ആയിട്ട് അഭിനവ് ബച്ചനും ഉണ്ട്. പിന്നെ നമ്മുടെ ദീപിക പതിക്കോണും ഇങ്ങനെ മുമ്പോട്ട് നോക്കി നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കമലഹാസനും ഉണ്ട്. അന്തം വിട്ടതായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. മൊട്ടത്തലയായിട്ടാണ് നിൽക്കുന്നത്. പിന്നെ ഇംഗ്ലീഷിൻ്റെ ഒരു ജാക്ലിൻ ഫെർണാണ്ടസും ഉണ്ട്. ജാക്ലിൻ ഫെർണാണ്ടസ് എന്നാണ് പേര് ഹിന്ദിയിൽ. അപ്പം നമ്മൾ ബാക്ക് തന്നെയായിട്ട് ഓരോരോ ബിൽഡിങ്ങുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അടുത്ത പോസ്റ്ററിൽ കാണാൻ സാധിക്കുന്നത് നമ്മുടെ പ്രഭാസ് താഴോട്ട് നോക്കിയിട്ട് ഒരു റോബോട്ടിൻ്റെ ഇത് ധരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ്. നമ്മുടെ നേരെ അപ്പുറത്ത് തന്നെ നമ്മുടെ കമലഹാസൻ്റെ കഴുത്ത് കൂടെ ഒരു പ്രഭാസ് ഒരു അമ്പ് കുത്തി ഇറക്കിയായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രഭാസിൻ്റെ
നമ്മുടെ കമലഹാസൻ്റെ കഴുത്തിൽ കൂടെ ഒരു ശീലത്തുണി വിരിച്ചിട്ടുണ്ട്. അത് മാത്രമേ നമ്മുടെ കമലഹാസൻ ഇട്ടിട്ടുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബാക്കിൽ കുറേ സൂര്യൻ്റെ എഴുത്തായിട്ടാണ് തോന്നുന്നു ഇവർ നിൽക്കുന്നത്. കൽക്കി 2 വളരെയധികം ഫൈറ്റ് സീൻസൊക്കെ ഉണ്ടായിരിക്കുന്നതാണ്. നമ്മുടെ കമലഹാസൻ്റെ കഴുത്തിൽ കൂടെ ഒരു അമ്പ് കുത്തി ഇറക്കിയതാണ് നമ്മുടെ പ്രഭാസ്. അടുത്തതിലേക്ക് പോവാം. അടുത്തതിൽ കാണിക്കുന്നത് നമ്മുടെ കമലഹാസൻ നമ്മുടെ പ്രഭാസിൻ്റെ ഡ്രസ്സൊക്കെ അയച്ചിട്ടിട്ട് പ്രഭാസിന് സിക്സ് പാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രഭാസിനെ ഇങ്ങനെ എടുത്തു പൊക്കിയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രഭാസിനെ ഇങ്ങനെ എടുത്തു പൊക്കി നേരെ താഴത്തായിട്ട് തന്നെ നമ്മുടെ ദീപിക പദുക്കോണും പ്രഭാസിനെ എടുത്തു പൊക്കി. ദീപിക പദുക്കോൺ ഒരു ശീലയാണ് എടുത്തിരിക്കുന്നത്, ഒരു ശീലത്തുണിയാണ് ഇട്ടിരിക്കുന്നത് ദേഹത്ത് കൂടെ. പ്രഭാസിനെ ഇങ്ങനെ എടുത്തു പൊക്കിയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബാക്കിൽ കുറേ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് എടുത്തു പൊക്കുന്നതായിട്ട് കാണുമ്പോൾ ബാക്കിൽ ഒരു വലിയൊരു കൊട്ടാരത്തിനുള്ളിൽ നിന്നാണ് ഇത് ഇങ്ങനെ എടുത്തു പൊക്കുന്നത്. അടുത്തതിലേക്ക് പോവാം. ഇതിൻ്റെ അകത്ത് നമ്മുടെ പ്രഭാസ് ഒരു ചക്രവ്യൂഹത്തിൻ്റെ ഒരു ചക്രം ഇങ്ങനെ എടുത്തിട്ട് നിലത്തിട്ട് അടിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇത് നമ്മുടെ ഒരു പടച്ചട്ടൊക്കെ വേറെ മാറ്റിയിട്ടുണ്ട്. പ്രഭാസിൻ്റെ കൈ ഒരുപാട് ബാക്കോട്ട് തിരിഞ്ഞു പോയായിട്ടാണ് നമുക്ക് ഒടിഞ്ഞു പോയായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മളെ അടുത്ത ഫോട്ടോ ബാക്കിൽ കാണുന്നത് കുറേ ആൾക്കാർ ഇങ്ങനെ ഓരോരോ കൊടികളൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ പ്രഭാസിനെ കൊല്ലാനുള്ള രീതിയിലാണ് വരുന്നത്. ഫസ്റ്റ് അടുത്ത പോസ്റ്ററിൽ കാണിക്കുന്നത് നമ്മുടെ വിജയ് ദേവരകൊണ്ടയും ഉണ്ട് നമ്മുടെ ഈ സിനിമയിൽ എന്നാണ് കാണിക്കുന്നത്. വിജയ് ദേവരകൊണ്ട നല്ല മസിലൊക്കെ ഉണ്ട്. ഒരു തുണി മാത്രമാണ് ദേവരകൊണ്ട ഉടുത്തിരിക്കുന്നതല്ല ദേഹത്ത് ധരിച്ചിരിക്കുന്നത്. പാൻറ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഒരു അമ്പും വില്ലിയൊക്കെ അടിച്ചിട്ട് നമ്മുടെ ദേവരകൊണ്ട നിൽക്കുന്നത്. ബാക്കിൽ ഒരു അമ്പിൻ്റെ ഓരോരോ കൊട്ടകളുണ്ട്. നമ്മുടെ പ്രഭാസ് നല്ല ലുക്കിൽ ഒരു കോട്ടൊക്കെ ഇട്ടിട്ട് ഉള്ളിൽ നല്ല റോബോട്ടിൻ്റെ ബുള്ളറ്റ് പ്രൂഫ് ഷർട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ്. ബാക്കിൽ തന്നെ നമ്മുടെ അമിതാഭ് ബച്ചൻ ഒരു കുന്തവും പിടിച്ചിട്ട് നിൽക്കുന്നുണ്ട്. അമിതാഭ് ബച്ചൻ്റെ കയ്യിലൊരു വാളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ നേരെ മുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഇത് കാണാൻ സാധിക്കും, വലിയൊരു ബിൽഡിങ്ങിനെ താഴ്ത്തു നിന്നായിരിക്കും ഫൈറ്റ് ചെയ്യുന്നത്. അടുത്തതിലേക്ക് പോകാം. പിന്നെ ഇത് കാണാൻ നമ്മുടെ മുമ്പ് തന്നെ ഋത്തിക് റോഷനാണ്. പിന്നെ അത് ഋത്തിക് റോഷനെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പ്രഭാസ് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. പിന്നെ മുഖം മൂടിയൊക്കെ ധരിച്ചിട്ടുള്ള ഒരാളാണ്. ഇത് നമുക്ക് ആരാന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പിന്നെ നമ്മുടെ അപ്പുറത്ത് തന്നെ നമ്മുടെ കമലഹാസൻ ഉണ്ട്. പിന്നെ നമ്മുടെ ദീപിക പദുക്കോൺ ഉണ്ട്. പിന്നെ നമ്മുടെ ദുൽഖർ സൽമാൻ ഒക്കെ ഉണ്ട്. അടുത്ത ഫോട്ടോയിൽ കാണിക്കുന്നത് നമ്മുടെ പ്രഭാസ് ഒരു നല്ല തീജ്വാലയുള്ള ഒരു അമ്പ് എറിയുന്നതായിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. അതിൻ്റെ ബാക്കിൽ തന്നെ നമ്മുടെ ദീപിക പദുക്കോൺ ഒരു കുട്ടീനെ ഇങ്ങനെ ഒക്കത്ത് പിടിച്ചിട്ട് നിൽക്കുന്നതാണ്. അതിൻ്റെ താഴെ തന്നെ കുറേ റോബോട്ട്സ് കാര്യങ്ങളൊക്കെ ഫൈറ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഒരു നല്ല തീജ്വാലൻ്റെ അമ്പാണ് നമ്മുടെ പ്രഭാസ് എറിയുന്നത്. നേരെ താഴെ തന്നെ നമ്മുടെ ഓരോരോ റോബോട്ട്സ് ഇങ്ങനെ ഫൈറ്റ് സീൻസാണ് നമുക്ക് അടിയിൽ കാണാൻ സാധിക്കുന്നത്. ഓരോരോ ഫൈറ്റ് കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ അടിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതായിട്ടുള്ളത്. അടുത്തതിലേക്ക് പോവാം. ഇതിൻ്റെ അത് കാണാൻ സാധിക്കുന്നത് നമ്മുടെ പ്രഭാസ് ഷർട്ടൊക്കെ അയച്ചിട്ടുണ്ട്, നല്ല സിക്സ് പാക്ക് ബോഡിയൊക്കെ ആയിട്ട്. നമ്മുടെ കമലഹാസന് ഒരു കുന്തത്തിൻ്റെ മുകളിൽ കെട്ടി വെച്ചിട്ട് നമ്മളെ കമലഹാസന് നല്ല സിക്സ് പാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. കമലഹാസൻ്റെ കയ്യിൽ ഒരു വാള് പോലത്തെ ഒരു സംഭവം കമലഹാസൻ്റെ കൈയിൻ്റെ ഉള്ളിൽ നിന്ന് വരും. അത് നമ്മുടെ പ്രഭാസിൻ്റെ പള്ളയിലൊക്കെ കുത്തി ഇറക്കാൻ നേരത്ത് നമ്മുടെ കമലഹാസന് നമ്മുടെ പ്രഭാസ് അത് പിടിച്ച് വെച്ചിട്ടുണ്ട്. പോസ്റ്ററിലാകുമ്പോൾ അങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ നമ്മുടെ പ്രഭാസ് കമലഹാസൻ്റെ കഴുത്തിൽ കൂടെ ഒരു കത്തി കുത്തി കയറ്റുന്നതാണ്. നമുക്ക് ഒരൊറ്റ കയറ്റലാണ് കത്തി കുത്തി നമ്മളെ പ്രഭാസ് നമ്മുടെ കമലഹാസൻ്റെ കഴുത്തിലേക്ക് കയറ്റിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ പോസ്റ്റർ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോസ് ഞാൻ കാണിച്ചിട്ടുള്ളത് യൂട്യൂബിൽ ഇറങ്ങിയ കുറച്ച് പോസ്റ്ററാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിച്ചിട്ടുള്ളത്. കൽക്കി 2 എന്ന് പറയുന്ന മൂവിയുടെ പോസ്റ്ററാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടത് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ബെൽ ഐക്കൺ ഓൺ ചെയ്യുക, എല്ലാവർക്കും ഷെയറും ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ.